ഹായ് ഫ്രണ്ട്സ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് നാലാമത്തെ പാർട്ടാണ്. ഓക്കെ, സോ നമുക്കിതിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ 1 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആദ്യത്തെ 3 പാർട്ടിൻ്റെ ഇതിൽ ചെയ്യാൻ പോകുന്നത് 31 മുതലുള്ളത്. ഓക്കെ, 31 മുതലുള്ള ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് 31 മുതൽ 40 വരെ എത്രത്തോളം എങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റിപ്പീറ്റഡ് ആണ്. ഫിസിക്സിലെ ഓപ്ഷൻ ജി, അതായത് ഭൂഗുരുത്വ ത്വരണമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ക്വസ്റ്റ്യൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 32 അത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, 32 കുറച്ചൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ്. 33 റിപ്പീറ്റഡ് ആണ്. 34 ഡയമണ്ടിൻ്റെ മഞ്ഞ കളർ എപ്പോഴോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-14 കാലഘട്ടത്തിലാണ് തോന്നുന്നു. ആ ടൈമിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു. ഇനി 35ലാണ് ഇത് ചോദിച്ചിട്ടുണ്ട്. 36 ഗയാൽ ചോദിച്ചിട്ടുണ്ട്. 37 അത് ചോദിച്ചിട്ടുണ്ട്. 38 ചോദിച്ചിട്ടുണ്ട്. 39 അയ്യങ്കാളി വെള്ളംകാളി എത്രത്തോളം കണ്ടില്ല. 40 ടോക്കിയോ ഒളിമ്പിക്സ് കറണ്ട് അഫയറാണ്. അതായത് ആ ഒരു 10 ക്വസ്റ്റ്യനിൽ 31 മുതലുള്ള 40 വരെയുള്ള 10 ക്വസ്റ്റ്യൻസിൽ ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻസോളം എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. അത് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ചിലതൊക്കെ കുറച്ച് മുമ്പാണെന്നേ ഉള്ളൂ. എന്നാലും 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ല. ഏകദേശം എല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കട്ടോ. എപ്പോഴും നോക്കേണ്ടതാണ്, ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് കറക്റ്റാണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുക. പിന്നെ ഞാൻ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പറയുമ്പോൾ മെയിനായിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെയാണ് ഇനി അടുത്ത എക്സാമുകളിൽ എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം, അതായത് ഭൂഗുരുത്വ ത്വരണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നതാണ്. ഓപ്ഷൻ ഏതാ? ഭൂഗുരുത്വ ത്വരണം കുറയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ്? ഭൂഗുരുത്വ ത്വരണം കുറയാണ്. ഇതെല്ലാം എപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണ് ഇത് ജിയുടെ മൂല്യം കുറയാണോ കൂടുകയാണോ ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണമെങ്കിൽ ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ജി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരാളാരാ? ഗാന്ധിജിയാണ് അല്ലേ. ഗാന്ധിജി എപ്പോഴും വെറുത്തിരുന്ന ഒരു കാര്യമുണ്ട്. മദ്യം എപ്പോഴും ഗാന്ധിജി നിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആഹ്വാനം ചെയ്ത ഒരു കാര്യമാണ് മദ്യം. സോ ഗാന്ധിജിയോട് ഗുരുത്വം ഇല്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഗുരുത്വം ഇല്ലാത്തവരാണ് മദ്യം ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ ഇത് കിട്ടും. അങ്ങനെയാണ് കിട്ടുന്നത് നോക്കി നിങ്ങൾ. ജിയുടെ മൂല്യം ഏറ്റവും കുറവ്, അതായത് ഇല്ലാത്തതെന്നല്ല, ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത്. ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ ഗാന്ധിജി എന്നുള്ള രീതിയിൽ തന്നെ അത് ഓർമ്മിപ്പിച്ചത്. ഇനി ഇതിൽ ഈ ജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഭാരം. ഓക്കെ, ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഭാരം അല്ലെങ്കിൽ വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ജി ആണ്. M/G. ഓക്കെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾ ജി കൂടുന്നതിനനുസരിച്ച് ഈ ഭാരവും കൂടും, ജി കുറയുന്നതിനനുസരിച്ചിട്ട് ഈ ഭാരം കുറയും. പക്ഷേ മാസിൽ വ്യത്യാസം വരില്ല ഒരു വസ്തുവിന്. സോ അതിൽ അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ഏത് രീതിയിലൊക്കെ ചോദിക്കുക, ഇതേ രീതി ചോദിക്കുക. ഏത് ധ്രുവപ്രദേശങ്ങളിലാണോ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണോ വസ്തുവിൻ്റെ ഭാരം കൂടുതൽ എന്നുള്ളത്. ഇപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്തുനിന്നായിരിക്കും വസ്തുവിന് ഭാരം കുറവായിരിക്കും. കാരണം ജി എന്താണ്? കുറവാണ് അവിടെ. ധ്രുവപ്രദേശങ്ങളിലോ വസ്തുവിന് ഭാരം കൂടുതലായിരിക്കും. കാരണം ജിയുടെ വാല്യൂ അവിടെ കൂടുതലാണ്. ഇനി ഇതൊന്നും അല്ലാത്ത ഒരാൾ കൂടി ഉണ്ട്. ഭൂകേന്ദ്രം, സെൻറ്റർ ഓഫ് എർത്ത്. ഭൂകേന്ദ്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയുന്ന ഉപരിതലത്തിലെ കാര്യമായിരുന്നു ഇതുവരെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഭൂകേന്ദ്രത്തിലാണ്. ഭൂകേന്ദ്രത്തിൽ എന്താണ്? വസ്തുവിൻ്റെ ഭാരം എന്താണ്? 0 ആണ്. ഓക്കെ, ഭൂകേന്ദ്രത്തിൽ സെൻറ്ററിലെ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ജിയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ വരുന്നത്. ഇനി ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ചന്ദ്രനിൽ ജിയുടെ വാല്യൂ ഭൂമിയുടേതായിട്ട് വെച്ച് നോക്കുമ്പോൾ എത്രയാണെന്നുള്ളത്. അതൊക്കെ പോട്ടെ, ജിയുടെ മൂല്യം എന്താ? 9.8 ആണോ? 9.8 m/s² ആണ് ഏകദേശ വാല്യൂ എന്ന് പറയുന്നത് ജിയുടെ. അത് വേരി ചെയ്യും. സോ ഇത് ചന്ദ്രനിലെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ മൂല്യത്തിൻ്റെ 1/6 ഭാഗമാണ് കേട്ടോ. അതായത് ഇതിന് 9.8ന് 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? അത്ര ഉണ്ടാവും. ഓക്കെ, 1 ഉണ്ടാവും. ആ ഒരു കാര്യം കൂടെ ഓർത്തോ. 1 എത്ര ഭാഗമാണെന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്ത് പറഞ്ഞത്.
ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം ഏത് ചലനമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു നല്ല ക്വസ്റ്റ്യനാണ്. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പ്രത്യേകിച്ചും ഇത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇത് ഭയങ്കര ഡീപ്പല്ല, പക്ഷേ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ഈ സ്ഥാനാന്തരണം അല്ലെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ? വസ്തു നീങ്ങുന്നതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അതിന് സ്ഥാനാന്തരം സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ ഒരു പേര് വിളിക്കുന്നുണ്ട്. എന്താ? അതാണ് പ്രവേഗം അല്ലേ. ഇപ്പോൾ സമയം മാറുന്തോറും ഇങ്ങനെ വസ്തു നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് എന്താ പറയുക, അതിന് പ്രവേഗം ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെന്നാണ്. അതായത് സ്ഥാനാന്തരം ഉണ്ടാകുന്നത് സമയത്തിനനുസരിച്ച് മാത്രമല്ല. നോക്കട്ടോ, സ്ഥാനാന്തരം ഞാൻ ആദ്യം ചെയ്താൽ സ്ഥാനാന്തരണം വെറും സമയത്തിനനുസരിച്ച്, അതായത് സമയത്തിനനുസരിച്ച് സ്ഥാനാന്തരണം ഉണ്ടാകുന്ന വിളിക്കുന്ന പേരാണിത് പ്രവേഗം. ഇനി സമയത്തിൻ്റെ വർഗത്തിനാണ്. അപ്പോൾ വീണ്ടും ഒരു സമയത്തിൻ്റെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതായത് ഈ പ്രവേഗവും എന്ത് ചെയ്യുന്നുണ്ട്, സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ പ്രവേഗം ഇങ്ങനെ സമയത്തിനനുസരിച്ച് മാറുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? സമത്വരണം. ത്വരണമാണ് സംഭവിക്കുന്നത്, ആക്സിലറേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സമത്വരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 2t അതാണ് ഉദ്ദേശിക്കുന്നത്. സമയത്തിൻ്റെ വർഗം ഇവിടെ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമത്വരണമാണ് ആൻസറായിട്ട് വരും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രത്യേക ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ഇത് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, ഇത് പറഞ്ഞ കാര്യം തന്നെ. ഇനി ഒരു വസ്തുവിന് സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകൾ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗം അറിയപ്പെടുന്നതാണ് ഇത് സമപ്രവേഗം. ഇത് പ്രവേഗം എന്താണെന്നുള്ളത്, ഇത് സമപ്രവേഗം എന്താണെന്നുള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞിരിക്കുന്ന സമത്വരണമാണ് ആൻസർ കേട്ടോ, ആക്സിലറേഷനാണ്. അത് സമയത്തിൻ്റെ വർഗ്ഗം ആയതുകൊണ്ട് ചോദിച്ചത്. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയായിരുന്നു ചോദിച്ചെങ്കിലോ എങ്ങനെ? ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരണം സമയത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സമപ്രവേഗമാണത്. സമയത്തിൻ്റെ വർഗ്ഗം ആയതുകൊണ്ടാണ് ഇതിലേക്ക് പോയത്, സമത്വരണത്തിലേക്ക് പോയത്. ക്ലിയർ? ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകമേത്? 0 ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഏകദേശം 18ാമത്തെ ഗ്രൂപ്പാണ് 0 ഗ്രൂപ്പ്. ഓക്കെ, അതിലുള്ളതിലൊക്കെ ഏതാണ്? ഹീലിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാ? ഹീലിയമാണ് ആൻസർ. ഹീലിയത്തിൻ്റെ ഏറ്റവും നമ്പർ എത്രയാണ്? 2 അല്ലേ. അപ്പോൾ ഒക്ടറ്റ്, ഈ അഷ്ടക നിയമം എന്ന് വെച്ചാൽ എന്താ? ഒക്ടറ്റ്, അതായത് ബാഹ്യതമശലിൽ ഈ 8 ഇലക്ട്രോൺ ക്രമീകരണം നടത്തുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ വിന്യാസത്തിനാണ് ഏത് അഷ്ടക വിന്യാസം, ഒക്ടറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഹീലിയത്തിൻ്റെ അങ്ങനെ ഒരു കേസില്ല. ഹീലിയത്തിന് അത്ര ആറ്റംസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഹീലിയം അത് പാലിക്കുന്നില്ല. ഈ ഹീലിയത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഹീലിയത്തിൻ്റെ പ്രത്യേകത എന്താ? ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായിട്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ കേട്ടോ, ഫിഷൻ അല്ല ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫ്യൂഷനെ നടക്കുന്നുള്ളൂ. ഫ്യൂഷനാണ് സൂര്യനിൽ മെയിനായിട്ട് നടക്കുന്നത്, എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായിട്ട് സൂര്യനിൽ ഉണ്ടാകുന്ന വാതകമാണ് ഇത് ഹീലിയം. ഓക്കെ, ഇനി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് തന്നെയാണ്? ഹീലിയം തന്നെയാണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഇടയ്ക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് പഠിക്കേണ്ടത്. അപ്പോൾ 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകമേത്? ഡയമണ്ടിന് മഞ്ഞ നിറം, ഓക്കെ, യെല്ലോ കളർ കൊടുക്കുന്നത് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ. മഞ്ഞ നിറം കൊടുക്കുന്ന ഏതാ? നൈട്രജനാണ്. ഓക്കെ, നൈട്രജൻ ഡയമണ്ടിന് മഞ്ഞ നിറം കൊടുക്കുന്ന മൂലകം. ഈ ഡയമണ്ടിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. കാർബണിൻ്റെ കുറേ ഫോംസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. കാർബണിൻ്റെ ഇപ്പം പറയുകയാണെങ്കിൽ ഗ്രാഫൈറ്റ്, കാർബണിൻ്റെ ചാർക്കോൾ, ഓക്കെ, ഇതൊക്കെ കാർബണിൻ്റെ രൂപങ്ങളാണ്. കാർബണിൻ്റെ രൂപങ്ങളിൽ ഏറ്റവും കാഠിന്യമുള്ള രൂപമാണ് ഇത് ഈ ഡയമണ്ട് എന്ന് വിളിക്കുന്ന ആൾ. ഡയമണ്ട് ഏറ്റവും കാഠിന്യം അളക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, ഏതാണെന്ന് അറിയോ? മൊഹർ സ്കെയിലാണ് എന്ത് ചെയ്യുക, കാഠിന്യം അളക്കുക. ആ മൊഹർ സ്കെയിലിലെ ഡയമണ്ടിൻ്റെ കാഠിന്യം നടന്നത് 10ആണ്. 10ലാണ് മാക്സിമം, 10 കാർബണിൻ്റെ കാഠിന്യം നടന്നത്. ഓക്കെ, ഇനി വജ്രത്തിന് തിളക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വജ്രത്തിന് ഡയമണ്ട് ഇങ്ങനെ മിന്നി തിളങ്ങില്ല, ആ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തര പ്രതിഫലനം കേട്ടോ. പൂർണ്ണ ആന്തര പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. പൂർണ്ണ ആന്തര പ്രതിഫലനം മറന്നു വരുന്നത്. ഇനി വജ്രം എന്ത് ചെയ്യുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. ആ ഒരു കാര്യം ഓർത്തോക്കണം. കാരണം ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മുമ്പ് ഇപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ 2 അതായത് കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ എന്നുള്ള രീതിയിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വജ്രം വൈദ്യുതി കടത്തി വിടുന്നില്ല കേട്ടോ, അത് ഓർത്തോക്കണേ. അതിന് വിടാത്തതിനൊരു കാരണമുണ്ട്. എന്നാ കാരണം എന്നറിയാം. അതായത് വജ്രത്തിന് സ്വതന്ത്ര ഇലക്ട്രോണുകളില്ല, അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയില്ല. അതൊന്നും ഓർത്തോക്കണ്ട. സ്വതന്ത്ര ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും,
വൈദ്യുതി കടത്തിവിടും. പക്ഷേ വജ്രത്തിൽ എന്തില്ല, സ്വതന്ത്ര ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് തന്നെ വൈദ്യുതി കടത്തിവിടില്ല. ഇനി അതേപോലെ ഈ കാർബണിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള ഡയമണ്ട്, കൽക്കരി ഇവ കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണിത് കാർബൺ ഡൈ ഓക്സൈഡ്. അത് ഏകദേശം കിട്ടും, കാർബണിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അത് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണല്ലോ ഈ കത്തുന്നത്. പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും, എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും വരുന്നത്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലാസായുധമായിട്ട് ഉപയോഗിച്ച മൂലകം ഏതാന്നുള്ളതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലാസായുധം ഓക്കെ കെമിക്കൽ വെപ്പൺ ഇവിടെ ക്ലോറിനാണ് ആൻസർ കേട്ടോ. ക്ലോറിൻ നിങ്ങൾക്ക് എങ്ങനെ ഓർത്തൊക്കെ ഇത് ഏകദേശം നമ്മൾ വെള്ളത്തിലൊക്കെ അല്ലേ പുറത്തൊക്കെ പോയിട്ട് എപ്പോഴും ടൗണിലൊക്കെ പോയിട്ട് നമ്മൾ പറയും വെള്ളത്തിൽ ക്ലോറിൻ ചേർത്തിട്ടുണ്ടെന്ന് പറയും. ക്ലോറിൻ ചേർക്കുന്നതിന് അവിടുത്തെ അണുക്കളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ മനുഷ്യന് ഹാംഫുൾ ആണ് ക്ലോറിൻ പല രീതിയിൽ ഉപയോഗിച്ച് കഴിയും. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതക മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്, ക്ലോറിനാണ്. ക്ലോറിന് കുറേ പ്രത്യേകത ഉണ്ട് കേട്ടോ. ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ് ഇത്, ഈ ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം. ഇനി നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് തന്നെയാണ്, ക്ലോറിൻ വാതകമാണ്. അത് നിങ്ങൾക്കറിയാം, സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോൾ ക്ലോറിൻ ആ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിനൊക്കെ കാരണം ക്ലോറിൻ. ഇനി കണ്ണീർ വാതകം, ടിയർ ഗ്യാസ് കണ്ണീർ വാതകം, അത് ഉപയോഗിക്കുന്ന ക്ലോറിൻ്റെ സംയുക്തമാണ് ബെൻസൈൽ ക്ലോറൈഡ്. ഓർത്തോക്കണേ, ബെൻസൈൽ ക്ലോറൈഡ്. ഇനി സമുദ്രജലത്തിൽ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം ഏത് തന്നെയാണ്, ഈ ക്ലോറിനാണ്. സമുദ്രത്തിൽ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം കേട്ടോ ക്ലോറിനാണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ഖ്യാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഖയാൽ എന്നുള്ളതും ചോദിക്കാറുണ്ട്. എന്ന മനോഹര സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാന്നാണ് ക്വസ്റ്റ്യൻ. ഖയാൽ എന്നുള്ളത് ഒരു സംഗീത രൂപമാണ്. അത് ആരാൾ കൊണ്ടുവന്നത്, അമീർ ഖുസ്രു കേട്ടോ. അമീർ ഖുസ്രു ആരാ, ഇന്ത്യയുടെ തത്തയാണ്, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു. ഉറുദു ഹോമർ എന്നും അറിയപ്പെടുന്നു കേട്ടോ അമീർ ഖുസ്രു. ഉറുദു ഭാഷയുടെ പിതാവ് ഒക്കെ ഈ അമീർ ഖുസ്രു. ഉറുദു ഭാഷയ്ക്ക് ഒരു പ്രത്യേകത എന്താ, ക്യാമ്പ് ഭാഷ. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉറുദു ഭാഷയാണ് ക്യാമ്പ് ഭാഷ. ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുസ്രു ആണ്. അതേപോലെ ഉറുദു ഹോമർ എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു ആണ് ഇന്ത്യയുടെ തത്ത. അമീർ ഖുസ്രുവിൻ്റെ ബുക്ക് ഉണ്ട്, ഏതാ, ലൈല മജ്നു. അമീർ ഖുസ്രു ആരുടെ കാലത്ത് ജീവിച്ചതാ, ഡൽഹി സുൽത്താനേറ്റ് ആയിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി കേട്ടോ. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു ആര്, ഈ അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ കണ്ടുപിടുത്തേണ്ട, അതായത് ഇൻസ്ട്രുമെൻറ്റ്സ്, സിത്താർ, പ്രത്യേകിച്ച് ഓർത്തോക്കേണ്ട സിത്താറാണ്. സിത്താർ തബല ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. സിത്താർ, തബല, സരോദ് ഇവ കണ്ടുപിടിച്ചതാരാണ്, അമീർ ഖുസ്രുവാണ്. ഓക്കെ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, കായിക രംഗത്ത് മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് അവാർഡ്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന കേട്ടോ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് ഇപ്പോൾ അതിൻ്റെ പേര്. മുമ്പ് അതിൻ്റെ പേരെന്തായിരുന്നു, രാജീവ് ഗാന്ധി ഖേൽരത്നയായിരുന്നു കേട്ടോ. 2021 എന്ത് ചെയ്തു, പേര് മാറ്റി. രാജീവ് ഗാന്ധി ഖേൽരത്നയാണ് ഇപ്പോൾ എന്തായിട്ട് അറിയപ്പെടുന്നത്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ രാജീവ് ഗാന്ധി പുരസ്കാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് രാജീവ് ഗാന്ധി പുരസ്കാരം നേടിയത് വിശ്വനാഥൻ ആനന്ദാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെസ്സ് അത്ര പെട്ടെന്നൊന്നും ഓർത്തോക്കില്ല, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഇനി ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ വനിത കർണം മല്ലേശ്വരിയാണ്. ഇനി മലയാളി അത്ലറ്റ് ചോദിച്ചാൽ ആരാണ്, KM ബീനാമോൾ. മലയാളി അത്ലറ്റ് KM ബീനാമോൾ. ഇത് ഓരോ ഇയറിലും നിങ്ങൾ നോക്കണേ. ഖേൽരത്ന ഇപ്പോൾ അറിയപ്പെടുന്ന പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാണ്. അത് ഓരോ വർഷം കൊടുക്കുമ്പോൾ ഏറ്റവും കറണ്ട് അഫയർ ആയിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന വർഷത്ത് പഠിച്ചു നോക്കണം. അതാണ് ചോദിക്കാറുള്ളത്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MD വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്? ഗോവിന്ദൻകുട്ടി മഞ്ഞാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒറ്റ മിനിറ്റ് ഞാൻ നോക്കട്ടെ. 38D അല്ല, അസുരവിത്താണ് കേട്ടോ. അസുരവിത്താണ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MD വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായിട്ട് ബന്ധപ്പെട്ട, അസുരവിത്ത്, ഗോവിന്ദൻകുട്ടി. ഓക്കെ. ഇനി കഥാപാത്രങ്ങളായിട്ട് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്നതൊന്ന് അപ്പുണ്ണിയും ആരുടെ, അതിന് MDയുടെ തന്നെ നാലുകെട്ട്, MDയുടെ നാലുകെട്ടിൻ്റെ കഥാപാത്രമാണ് ഏത്, അപ്പുണ്ണി. ഇനി കടൽ തീരത്ത്, ഇത് ഇടയ്ക്ക് റിപ്പീറ്റഡായി ചോദിക്കാറുണ്ട്. കടൽ തീരത്ത് എന്നുള്ള ബുക്കിലെ കഥാപാത്രമാണ് എന്ത്, വെള്ളായപ്പൻ. ഖസാക്കിൻ ഇതിഹാസമാണ് ഏറ്റവും അധികം എനിക്കൊന്ന് റിപ്പീറ്റഡായി ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ OV വിജയൻ്റെ ഖസാക്കിൻ ഇതിഹാസം ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. രവി, അപ്പുക്കിളി, നൈസാം അലി, അല്ലാപ്പിച്ച മൊല്ലാക്ക, മൈമുന.
ഇവരൊക്കെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള ബുക്കിലെ എന്താണ് കഥാപാത്രങ്ങളാണ്. ഇനി ദാസൻ, ഓക്കെ, ദാസൻ എന്നുള്ളത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഓക്കെ, എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ കഥാപാത്രമാണ് ഇത് ദാസൻ. 39ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? അത് പേരിൽ തന്നെ ഉണ്ടെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അയ്യങ്കാളി ഏകദേശം വെള്ളായണി, ആ ഒരു പേര് ടോണിൽ വരുന്ന അത് മാത്രമേ വരൂ, വെള്ളായണി എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി സി ഡി നോക്കിക്കഴിഞ്ഞാൽ ആ ടോൺ കിട്ടില്ല. അയ്യങ്കാളി വെള്ളായണി, ഓക്കെ, വെള്ളായണി കായലാണ് വരുന്നത്. ഇനി വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്നതാണ് ഒന്ന് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ് കേട്ടോ, ആലപ്പുഴയിലെ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി. ഇതന്നെയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് വിളിക്കുന്നതും ഇത് തന്നെയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് വിളിക്കുന്നതും ഇത് തന്നെയാണ്, നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കേട്ടോ. അപ്പോൾ 3 കാര്യങ്ങൾ ഓർത്തോക്കാനായി, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്, നെഹ്റു ട്രോഫി, പിന്നെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഇതൊക്കെ നടക്കുന്നത് പുന്നമടക്കായലിലാണ്. ഇനി അടുത്ത വേറൊന്നുണ്ട് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. ആ രണ്ടും മാറിപ്പോകണ്ട, രണ്ടും കൺഫ്യൂസ്. പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ആവും. ഇത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്, അഷ്ടമുടിക്കായൽ. ഓക്കെ. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യ വനിത. ടോക്കിയോ 2 മെഡലുകൾ നേടിയ ആരാ? അവണി ലേക്കേരിയാണ് കേട്ടോ. ഷൂട്ടിംഗ് ആണ്. അന്നത്തെ കറണ്ട് അഫെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കറണ്ട് അഫെയർ ആയിരുന്നു ഇത്. പുതിയ ഒളിമ്പിക്സിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, പാരാലിമ്പിക്സ് കോമൺലി ചോദിക്കുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് കോമൺലി ചോദിച്ച് കണ്ടത്. ഓക്കെ, അത് എപ്പോഴും ഓർത്തോക്കണം. എപ്പോഴും ഈ എന്ത് ചെയ്യണം, പാരാലിമ്പിക്സിൽ വരുന്നവർ, വുമൺസ് വരുന്നവർ, ഇപ്പം മനു ബാക്കർ, ഓക്കെ, ഇപ്പോൾ ഒത്തിരി അവാർഡുകൾ നേടിയിട്ടുണ്ട് അവർ ഷൂട്ടിംഗ്, ഓക്കെ, മനു ബാക്കർ. ആ ഒരു രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഏത് ഫീൽഡാണെന്നുള്ളതും അവരൊരു കോൺട്രിബ്യൂഷൻ, അവർ എന്താണ് നേടിയിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് 40 ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, 41 മുതൽ അടുത്തൊരു പാട്ടിൽ ചെയ്യാം.